ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ ബേക്ക് ചെയ്താലോ. ഹെൽത്തിയാണ്, ഈസിയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ ഒത്തിരിയൊന്നുമില്ല. സോൾട്ട് വേണം, പെപ്പർ, പിന്നെ നമുക്ക് ഇച്ചിരി ഗരം മസാല, അത് കഴിഞ്ഞിട്ട് ഒരു നല്ല ഇച്ചിരി തൈര്. അത് നല്ല കട്ടയായിട്ടുള്ള തൈര് വേണം. പുളിയോ വെള്ളമോ ഉള്ളത് ഇതിനേക്കാളും നല്ലത് നമ്മുടെ കട്ടയായിട്ടുള്ള തൈരാണ്. അപ്പോൾ അതിൽ ഒരു 2-3 സ്പൂൺ ഇത്രയും മതി. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് വെക്കുന്നു. വേറെ മസാലകളൊന്നും നമ്മൾ ഇടുന്നില്ല. മുളകോ മല്ലിയോ അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല. ഈ സാധനത്തിൻ്റെ പേര് ഓറങ്കാനോ എന്നാണ് കേട്ടോ. ഇത് മലയാളത്തിൽ ഇതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഇത്രയും മാത്രം മതി. നമ്മൾ വേറെ മസാലകളൊന്നും ഇടുന്നില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ, നമ്മൾ സാധാരണ ചിക്കൻ വറക്കുന്നത് പോലെ ആയിരിക്കുകയല്ല. ഇത് നല്ല ജ്യൂസിയാണ്, മറ്റേ ഡ്രൈ ആയിട്ടിരിക്കുകയല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാനായിട്ട് നമ്മൾ വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എയർ ഫ്രൈക്കകത്താണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് വെക്കുന്നു. വെച്ച് കഴിഞ്ഞിട്ട് എയർ ഫ്രൈ എടുത്തിട്ട് അതിൻ്റെ ട്രേയെ നമ്മളൊന്ന് ഗ്രീസ് ചെയ്യുന്നു. അത് ഇച്ചിരി ഒരു നിങ്ങളുടെ കയ്യിൽ എന്താ പറയുന്നത്, നമ്മുടെ ഓയിൽ സ്പ്രേ ഉണ്ടെങ്കിൽ അതൊന്ന് സ്പ്രേ ചെയ്യുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശകലം ഓയിലൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ചിക്കൻ അതിനകത്തിലേക്ക് വെക്കുന്നു. അപ്പോൾ ഒരു 375 ഫാരൻഹീറ്റിൽ നമ്മൾ വെക്കുന്നത് ഒരു 15 മിനിറ്റ്സ് ആദ്യം ഒന്ന് വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതൊരു സൈഡ് ബ്രൗൺ ആവുന്നുണ്ടെങ്കിൽ മറ്റേ സൈഡും കൂടി ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ നല്ല ഒന്നാന്തരം ചിക്കൻ നല്ല ജ്യൂസിയാണ്. എന്നാൽ നല്ല ബ്രൗണിഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് വേറെ മസാലയൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഇത് വെളുത്തിരിക്കുന്നല്ലോ. പക്ഷേ ഇതിന് നല്ല പെപ്പറിൻ്റെ നല്ല ടേസ്റ്റാണ്. അപ്പം ഇതാണ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ പ്രോട്ടീൻ മാത്രം കഴിക്കേണ്ടവർക്ക് ഇത് നല്ല ഒരു ചോയ്സാണ്. അപ്പം ഇതാണ് അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് കേട്ടോ. ഞാൻ ഫ്ലിപ്പൊക്കെ ചെയ്തിട്ടതാണ്. പിന്നെ ഇതാണ് അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റിയാണ്, ശരിക്കും ടേസ്റ്റിയാണ് കേട്ടോ. കണ്ടു കഴിയുമ്പോൾ ഇച്ചിരി വെളുത്തിരിക്കുന്ന പോലെ തോന്നുമെങ്കിലും പക്ഷേ അതിന് നല്ലതായിട്ട് മസാല, ഉപ്പും പെപ്പറും ഒക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും.